أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട മറ്റൊരു വലിയ കാര്യമാണ്. എന്താണ് എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ രക്ഷകർത്താക്കളോടുള്ള കടമയാണ്. ആ രക്ഷകർത്താക്കൾക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ രക്ഷകർത്താക്കൾക്ക് വേണ്ടി, ഒരുപക്ഷേ ജീവിച്ചിരിക്കുന്ന രക്ഷകർത്താവായാലും ശരി, അവർക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ അവർക്ക് ദുആ ചെയ്യണം. ഈ കാര്യത്തിൽ ഒരു മടിയും വേണ്ട. ഈ രക്ഷകർത്താക്കളെ നോക്കേണ്ട ബാധ്യത മക്കളാകുന്ന നമുക്കുള്ളതാണ്. എന്തുമാത്രം പ്രയാസപ്പെട്ട്, എന്തുമാത്രം കഷ്ടപ്പെട്ട് ഈ മക്കളെ, ഈ രക്ഷകർത്താക്കൾ വളർത്തിയെടുത്ത് ഒരു രംഗത്തെത്തിക്കാൻ, ഒരു ഭാഗത്തങ്ങ് എത്തിക്കാൻ, ഒന്നീ ഒരു സർക്കാരിൻ്റെ ജോലി വാങ്ങിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പള്ളിയിൽ എന്തെങ്കിലും നല്ലൊരു ജോലിയാക്കി കൊടുക്കാൻ, അതുമല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാക്കി മാറ്റാൻ, അതുമല്ലെങ്കിൽ ഒരു കുടുംബക്കാരനാക്കി മാറ്റാൻ, എന്തും ആയിക്കോട്ടെ, രക്ഷകർത്താക്കളുടെ താല്പര്യം മക്കളെ വലിയ രീതിയിലെങ്ങാക്കണമെന്നാണ്. എന്തെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ രക്ഷകർത്താക്കൾ മക്കളെ വളർത്തുന്നത്. അങ്ങനെ വളർത്തി ഒരുപാട് കഷ്ടപ്പെട്ട് അവർ വളർത്തി ഒരു ഭാഗത്ത് അവരെ എത്തിച്ചേർക്കുന്നു. അങ്ങനെ ചേർന്ന് വരുമ്പോൾ ആ ഭാഗത്ത് അവരെത്തിക്കഴിഞ്ഞാൽ ചിലപ്പോഴവർ ഉന്നതമായ പദവിയിലേക്കെത്തും, ചിലപ്പോഴവർ ചെറിയ പദവിയിലേക്കെത്തും, ചിലപ്പോൾ അവരുടെ ഇടയിലുള്ള ജീവിതത്തിലേക്കെത്തും. എന്തോ ആയിക്കോട്ടെ, സൽപ്രവൃത്തിയിൽ തന്നെ അവർ പോകും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ പോകും. അതനുസരിച്ചുള്ള പഠിപ്പാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അങ്ങനെ പഠിച്ചു വന്നാൽ ഇവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നും മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് ഇബാദത്ത് എന്ന കാര്യത്തിൽ, ഇബാദത്ത് പഠിപ്പിക്കുന്ന കാര്യത്തിൽ, മറ്റ് വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ഇബാദത്തായ കാര്യങ്ങൾ കൂടി അതോടൊപ്പം നല്ലതുപോലെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പഠിപ്പിച്ചില്ല എങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും രക്ഷകർത്താക്കൾ അത് അനുഭവിക്കേണ്ടി വരും. രക്ഷകർത്താക്കളുടെ ഗുണമെന്താണ്? തന്തയും തള്ളയുടെയും കടമ എന്തുമാത്രമുണ്ട്, ഒരു മക്കളിൽ എന്തുമാത്രം കടമകൾ ആ തന്തയിലൂടെയും തള്ളയിലൂടെയും ഉണ്ട് എന്നുള്ളത് ഇബാദത്ത് വെച്ച് നോക്കുമ്പോൾ ആ ഇബാദത്തിലൂടെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇബാദത്തും അവരെ പഠിപ്പിക്കണം. ഭൗതിക വിദ്യാഭ്യാസവും വേണം, ആത്മീയ വിദ്യാഭ്യാസവും വേണം. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിലേ കാര്യങ്ങൾ ശരിയാവുകയുള്ളൂ. അങ്ങനെ ജീവിച്ച് ഒരു പദവിയിലേക്ക് അവരെത്തുമ്പോൾ നമ്മളങ്ങ് വയസ്സായി കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ രക്ഷകർത്താക്കൾ അങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഒരു ദുആ ചെയ്യണം. ആ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹം അവർക്ക് കിട്ടും. അതുകൊണ്ട് അവർക്കത് പ്രയോജനപ്പെടും. അതുകൊണ്ട് ഈ ദുആ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരുവിധ മടിയും വേണ്ട. ആ ദുആ ഞാനിവിടെ പറയാൻ പോകുന്നു. ആ ദുആ നമ്മൾ സുബഹി നിസ്കാരത്തിന് ശേഷം നമ്മുടെ രക്ഷകർത്താക്കൾക്ക് വേണ്ടി ഈ ദുആ നമ്മൾ ചെയ്യണം. ഇത് നമ്മുടെ കടമയാണ്. അങ്ങനെ നമ്മൾ ചെയ്യാതിരുന്നാൽ നമ്മുടെ മക്കളും നമുക്ക് ഉപകരിക്കത്തില്ല. നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മൾ നോക്കിയാൽ അവരും തീർച്ചയായിട്ടും നമ്മുടെ മക്കളും നമ്മളെയും നോക്കുന്നതാണ്. അതുകൊണ്ട് രക്ഷകർത്താക്കളെ യാതൊരു കാരണവശാലും ബുദ്ധിമുട്ടിപ്പിക്കരുത്, യാതൊരു കാരണവശാലും വിഷമിപ്പിക്കരുത്. ചുരുക്കി പറഞ്ഞാൽ രക്ഷകർത്താക്കളുടെ മുമ്പിൽ ഇച്ചി എന്നൊരു പദം പോലും മക്കൾ പറയാൻ പാടില്ല. അങ്ങനെ അഥവാ പറഞ്ഞ് ഈ രക്ഷകർത്താക്കളെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ അല്ലാഹുവിൻ്റെ രാജീയമായ കോടതിയിൽ ഈ മക്കളെ പിടിച്ചു നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ചോദ്യം ചെയ്യുന്നതാണ്. ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് രക്ഷകർത്താക്കളെ ഒരു കാരണവശാലും നമ്മൾ വിഷമിപ്പിക്കല്ലേ. അവർ വയസ്സാകുമ്പോൾ അവരാകെ വിഷമത്തിലാണ്. അങ്ങനെ ഉള്ളവരെ യാതൊരു കാരണവശാലും നിങ്ങൾ വിഷമിപ്പിക്കല്ലേ. അവർക്ക് വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണം. അത് നിർബന്ധമായ കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വളരെ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും
അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അതിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ ഖുർആൻ, അതിൻ്റെ ആയത്തുകൾ ഞാനിപ്പോൾ ഇവിടെ ചെല്ലാൻ പോകുന്നു. അത് സുബഹി നിസ്കാരത്തിന് ശേഷം ഇത് ചൊല്ലിയിട്ട് ആ തന്തയ്ക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അത് ഏറ്റവും വലിയൊരു അമലാണ്. അത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. എല്ലാവരും അത് ചെയ്യും. ദുആ എന്ന് പറഞ്ഞാൽ റബ്ബി അർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, റബ്ബി അർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, റബ്ബി അർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. സുബഹി നിസ്കാരത്തിന് ശേഷം തൻ്റെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഈ ദുആ അങ്ങോട്ട് ചെയ്താൽ, ഇതങ്ങോട്ട് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അങ്ങ് വർദ്ധിപ്പിച്ച് തരികയും എല്ലാവിധ ഗുണസൗഭാഗ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ നിങ്ങളെ വീട്ടിൽ തരും. നിങ്ങളുടെ മക്കൾക്ക് എല്ലാവിധ ഗുണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതുമാണ്. അതുകൊണ്ട് ഈ ഖുർആൻ ചൊല്ലിയിട്ട്, ഈ ദിക്ർ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് യാചിക്കണം എന്ന് വീണ്ടും ഞാൻ പറയുകയാണ്. തൽക്കാലം നിർത്തുന്നു. ഈ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻസ് ചെയ്താൽ അതിൻ്റെ മറുപടി പറയുന്നതാണ്. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്ന് കൂടി പറയുന്നു. തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും.